ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാൻ കടന്നുപോയ സ്ത്രീകൾ കല്ലറയ്ക്കുള്ളിൽ കർത്താവിന്റെ ശരീരം കാണുന്നില്ല, കല്ല് ഉരുട്ടി മാറ്റിയത് മാത്രം കാണുന്നുണ്ട്. സ്ത്രീകളും പിന്നീട് കടന്നു വന്ന ശിഷ്യന്മാരുമെല്ലാം മടങ്ങിയതിനു ശേഷവും മഗ്ദലക്കാരത്തി മറിയ ആ തോട്ടത്തിൽ കല്ലറയുടെ അരികിൽ വളരെ വിഷമത്തോടെ നിൽക്കുകയാണ്. ആ ഇടത്ത് മറിയ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. ക്രിസ്തുവിനെ തോട്ടക്കാരൻ എന്ന് കരുതി കർത്താവിനോട് സംസാരിക്കുമ്പോ കർത്താവ് മറിയയെ എന്ന് വിളിക്കുന്ന സമയം മറിയ തന്റെ അരികിൽ നിൽക്കുന്നത് ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ്: റബൂനി ഗുരുവേ, റബൂനി ഗുരുവേ. ഗുരു ശിഷ്യ ബന്ധത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്ന വേദപുസ്തകത്തിലെ മനോഹരമായ ഒരു രംഗമാണിത്. ഗുരു ശിഷ്യ ബന്ധം പഴയ പുതിയ നിയമങ്ങളിൽ ഉടനീളം നാം പരിശോധിക്കുമ്പോൾ ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വാചാലമാകുന്നുണ്ട്. പഴയ നിയമത്തിൽ മോശയും യോശുവയും ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയുടെ പിൻഗാമിയായിട്ടാണ് യോശുവ കടന്നു വരുന്നു എങ്കിൽ തന്നെയും മോശയുടെ ശുശ്രൂഷകളിൽ പ്രത്യേകിച്ച് 40 വർഷകാലത്തെ മരുഭൂ യാത്രയിൽ സുപ്രധാന സ്ഥാനങ്ങളിൽ എല്ലാം യോശുവയുടെ സാന്നിധ്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. മോശയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനതയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന യോശുവ. പ്രവാചകന്മാരിലും ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. ഏലിയാവിന്റെ ശിഷ്യനായി എലീശയും എലീശയുടെ ശിഷ്യന്മാരിൽ ഗേഗസി എന്ന പേരുമൊക്കെ നാം കേൾക്കുന്നിടത്ത് ഗുരു ശിഷ്യ ബന്ധം പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നിയമം പഠിക്കുവാൻ റബിമാരുടെ അരികിൽ ശിഷ്യന്മാരായിട്ട് കടന്നുപോയിരുന്ന ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഗുരു ശിഷ്യ ബന്ധം പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തുന്നത് റബിമാരിലൂടെയും അവരുടെ ശിഷ്യന്മാരിലൂടെയുമാണ്. പിന്നീട് ഭൗതികമായും ആത്മീകമായും നേതൃത്വം നൽകിയവരെയൊക്കെ ഗുരുക്കന്മാരായി അംഗീകരിച്ചുകൊണ്ട് അവരെ അനുഗമിച്ചിരുന്ന അനുയായികൾ അനേകം പേരുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോ പ്രാർത്ഥനയോടെ 12 പേരെ തന്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കുകയാണ്. പിന്നീട് വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ 12 പേർ മാത്രമല്ല, ഈ 2 ഗ്രാമങ്ങളിലേക്ക് കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമ്പോൾ വീണ്ടും 72 പേരെ തിരഞ്ഞെടുത്തതായി വേദപുസ്തകം പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം മറവ് ചെയ്യുവാനായിട്ട് കൊണ്ടുപോകുന്നത് പള്ളിപ്രമാണിയായ നിക്കോദോമസും അരിമത്യക്കാരനായ യോസേഫുമാണ്. സുവിശേഷങ്ങൾ അവരെ ക്രിസ്തുവിന്റെ രഹസ്യ ശിഷ്യന്മാരായി രേഖപ്പെടുത്തുകയാണ്. ഇപ്രകാരം രഹസ്യ ശിഷ്യന്മാരായും പരസ്യ ശിഷ്യന്മാരായും അനേകം ശിഷ്യഗണമുള്ള വ്യക്തിയായിരുന്നു കർത്താവ്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് തന്റെ അരികിലായിരിക്കുന്ന അപ്പോസ്തലന്മാരെ നോക്കി കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ദൈവം സഭയുടെ മേൽ നൽകിയിരിക്കുന്ന ഒരു വലിയ വിളി, ഒരു വലിയ നിയോഗം ഇതാണ്: സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ഈ ഞായറാഴ്ചയിലെ ചിന്തകൾക്ക് ആധാരമായി നൽകിയിരിക്കുന്ന ചിന്താ വിഷയവും ശിഷ്യരാക്കുവിൻ എന്നതാണ്. മേക്ക് ഡിസൈപ്പിൾസ്, ശിഷ്യർ ആക്കുവിൻ. നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ശിഷ്യരാക്കുവിൻ എന്ന ചിന്തയെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒന്നാമതായി 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ എലീശയും ഏലിയാവും തമ്മിലുള്ള ഗുരു ശിഷ്യ ബന്ധത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശിഷ്യരാക്കുവിൻ എന്ന വിഷയം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒന്നാമത്തെ ചിന്ത ശിഷ്യരാക്കുവാൻ ആദ്യം ഗുരുവിനെ അറിയുക എന്നതാണ്. ശിഷ്യരാക്കുവാൻ ആദ്യം ഗുരുവിനെ അറിയുക. ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ്, ദൈവ വിളികേട്ട് പ്രവാചക ദൗത്യത്തിലേക്ക് കടന്നു വന്ന ഏലിയാവ്, രാജാവായ ആഹാബിന്റെ മുമ്പിൽ കടന്നുപോയി രാജാവിന്റെ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഏലിയാവ്, ദൈവീക ദൗത്യവുമായി ദൈവീക പ്രവചനവുമായി ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിയതായ പ്രവാചകൻ. കർമ്മേൽ പർവ്വതത്തിലെ പ്രാർത്ഥനയുടെ മധ്യേ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി ഹോമയാഗ വസ്തുവിനെ ദഹിപ്പിക്കുമ്പോൾ
ഇസ്രായേൽ നിരയിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തന്റെ ജീവിതത്തിലൂടെ, തന്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ച പ്രവാചകൻ. വളരെ ധൈര്യത്തോടെ, ആഴമേറിയ വിശ്വാസത്തോടെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഏലിയാവ് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ബേർശേബ മരുഭൂമിയിൽ ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. തന്റെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് ഇനി എനിക്കൊന്നും ചെയ്യുവാൻ ഇല്ല എന്ന് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് ഇസബേൽ എന്ന രാജ്ഞിയുടെ കരങ്ങളാൽ കൊല്ലപ്പെടാതിരിപ്പാൻ, ദൈവമേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന നിരാശനായ ഏലിയാവ്. ഈ ഏലിയാവ് 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ നടന്ന് ഹോരേബ് പർവ്വതത്തിൽ എത്തിച്ചേരുകയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്തു. തുടർന്ന് സാഫാത്തിന്റെ മകനായ എലീശ വയലിൽ 12 ഏർ കാളയോടൊപ്പം നിലം ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അരികിലേക്ക് കടന്നുപോയി ഏലിയാവ് തന്റെ പുതപ്പ് അവന്റെ മേലിടുമ്പോൾ തന്റെ കാളയെ ഉപേക്ഷിച്ച്, മരക്കോപ്പുകൾ ഉപേക്ഷിച്ച്, തന്റെ ഉപജീവന മാർഗം ഉപേക്ഷിച്ച് എലീശ ഏലിയാവിന്റെ പിന്നാലെ ഓടി എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എലീശ എന്ന കർഷകനെ നിമിഷ നേരം കൊണ്ട് തന്റെ ശിഷ്യനായി രൂപാന്തരപ്പെടുത്തുവാൻ എങ്ങനെയാണ് ഏലിയാവിന് കഴിഞ്ഞത്? നിമിഷ നേരം കൊണ്ട് വളരെ സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് എലീശയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഏലിയാവ് തന്റെ പുതപ്പ് അവന്റെ മേലിടുമ്പോൾ ഉടൻ അവൻ കാളയെയും തന്റെ ഉപജീവന മാർഗത്തെയും ഉപേക്ഷിച്ച് ഏലിയാവിന്റെ പിന്നാലെ ഓടുകയാണ്. എപ്രകാരമാണ് ഈ വിധത്തിൽ പെട്ടെന്നുള്ളൊരു രൂപാന്തരം എലീശയുടെ ജീവിതത്തിൽ വരുത്തുവാൻ ഏലിയാവിന് സാധ്യമായത്? അതിന് കാരണം ഇത്രയേ ഉള്ളൂ, തനിക്ക് ഈ ദൗത്യം നൽകി അയച്ചവനെ ഏലിയാവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പ്രിയ ദൈവജനമേ, സകല ജാതികളെയും ശിഷ്യരാക്കുവാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ ഈ ദൗത്യം വിജയകരമായിട്ട് പൂർത്തീകരിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടുന്നത് നമ്മെ അയച്ചവനെ തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഗുരുനാഥനെ തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ആരുടെ ശിഷ്യനായിട്ടാണ് ഞാൻ മാറേണ്ടുന്നത്, മറ്റുള്ളവരെ ആരുടെ ശിഷ്യനായിട്ടാണ് മാറ്റേണ്ടത് എന്ന വ്യക്തമായ അറിവും ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നലകളിൽ കെരീത് തോട്ടിനരികിൽ തന്നെ കരുതിയവനാണ് ഈ കർത്താവ്. സാരഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ തനിക്ക് ആവശ്യമായതെല്ലാം ഒരുക്കി നൽകിയവനാണ് ഈ ദൈവം. കർമ്മേൽ പർവ്വതത്തിൽ ഈ ദൈവത്തിന്റെ ശക്തി തീയായി ഇറങ്ങി വരുന്നത് വ്യക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഏലിയാവ്. ഈ വിധത്തിലെല്ലാം കരുതുന്നവനായും ശക്തനായും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവനായും എല്ലാം ഈ ദൈവത്തെ കുറിച്ച് ഏലിയാവിന് വ്യക്തമായ ചില ബോധ്യങ്ങളുണ്ട്. എന്നാൽ ചൂരച്ചെടിയുടെ തണലിൽ മരിപ്പാൻ കിടക്കുന്ന ഏലിയാവിൽ നാം കാണുന്നത് തന്റെ ഗുരുനാഥനെ കുറിച്ചുള്ള ചില ബോധ്യങ്ങൾ അവനില്ലാതെ പോയി എന്നതാണ്. ഇന്നലകളിൽ കെരീത് തോട്ടിനരികിൽ തന്നെ കരുതിയവൻ, സാരഫാത്തിൽ തന്നെ പോറ്റിയവൻ, കർമ്മേൽ പർവ്വതത്തിൽ തന്റെ ശക്തിയെ തെളിയിച്ച കർത്താവ്, ആ ദൈവത്തെ കുറിച്ച് പരിപൂർണമായ ബോധ്യം ഏലിയാവിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസബേൽ എന്ന രാജ്ഞിയുടെ മുൻപിൽ ഭയപ്പെട്ട് ബേർശേബ മരുഭൂമിയിൽ അവൻ മരിപ്പാൻ കിടക്കുകയാണ്. 40 ദിവസങ്ങൾക്ക് ശേഷം ഹോരേബ് പർവ്വതത്തിൽ ഒരു മൃദുസ്വരമായി ദൈവം അവന്റെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. അതുവരെ അവൻ മനസ്സിലാക്കി വന്നിരുന്ന ദൈവത്തെ കുറിച്ചുള്ള അവന്റെ ധാരണകളെ പൊളിച്ചെഴുതിയ ഇടമാണ് ഹോരേബ്. അന്നുവരെയും അതിശക്തനായും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവമായും താൻ അറിഞ്ഞിരുന്ന ദൈവത്തെ ഒരു മൃദുസ്വരമായി അവൻ തിരിച്ചറിയുമ്പോ താൻ അന്നുവരെ കരുതിയിരുന്ന ദൈവീക സങ്കല്പങ്ങളിൽ നിന്നും ഒരു പരിപൂർണമായ അറിവിലേക്ക് ഏലിയാവ് പ്രവേശിക്കുകയാണ്. ഇന്നലെ വരെ ഏലിയാവ് കണ്ടത് ദൈവത്തിന്റെ കരുതലും ശക്തിയുമാണ്. എന്നാൽ ഇന്ന് ആ ദൈവത്തിന്റെ സാന്നിധ്യം ഏലിയാവിന് അനുഭവിച്ച് അറിയുവാൻ കഴിയുന്നുണ്ട്. ആ തിരിച്ചറിവ് അവനെ പുതിയ ദൗത്യങ്ങളിലേക്ക് നയിക്കുകയാണ്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനും പ്രവാചകനെ അഭിഷേകം ചെയ്യുവാനും തനിക്ക് പകരമായി മറ്റൊരുവനെ, തന്റെ ശിഷ്യനായ ഒരുവനെ സ്വീകരിച്ച് അവന് ആ ദൗത്യം കൈമാറുവാനുമുള്ള ഒരു വലിയ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ദൈവം ഏലിയാവിന്റെ മേൽ അരമേൽപ്പിക്കുകയാണ്. ഏലിയാവ് ദൈവത്തെ വ്യക്തമായിട്ട് അറിഞ്ഞു. തന്റെ മേലുള്ള ദൈവീക ദൗത്യം അവൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി. അത് അവൻ അനുസരിച്ചു. പ്രിയ ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ടുന്നത് നമ്മൾ ആരും ശിഷ്യന്മാരെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പകരം കർത്താവിന്റെ വിളിക്കനുസരിച്ച് നാം പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവാണ് തന്റെ ശിഷ്യന്മാരെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തുവാണ് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തുന്നത്. തന്റെ വഴികളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്നത് കർത്താവാണ്. എന്നാൽ ക്രിസ്തു ശിഷ്യർ എന്ന നിലയിൽ നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ദൗത്യം ദൈവത്തിന്റെ വിളിയോട്
പ്രതികരിക്കുക എന്നതാണ്. ആ ദൈവം ആരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി നമ്മുടെ മേലുള്ള ദൈവിക ദൗത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കുവാൻ കഴിയുന്നിടത്താണ് ഒരു വലിയ ശിഷ്യഗണത്തെ ക്രിസ്തുവിന്റെ പാതയിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയുക. നാം തിരിച്ചറിയുക, നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രകടനങ്ങളല്ല ഒരുവനെ രൂപാന്തരപ്പെടുത്തുന്നത്. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവമാണ്. ആ ദൈവത്തിന്റെ രൂപാന്തര പ്രക്രിയയുടെ ഭാഗമായിട്ട് മാറുക എന്നതാണ് നമ്മുടെ മേലുള്ള ദൈവിക വിളി. ആ ദൈവത്തെ വ്യക്തമായിട്ട് അറിയുവാൻ, ആ ദൈവത്തിന്റെ അരികിലേക്ക് ജനതയെ നയിക്കുവാൻ നമുക്ക് സാധ്യമാകണം. തന്റെ പുതപ്പ് ഏലിയാവ് എലീസയുടെ മേലിടുമ്പോൾ സഡൻ ആയിട്ടുള്ള പെട്ടെന്നുള്ളൊരു രൂപാന്തരമാണ് എലീസയിൽ സംഭവിക്കുന്നത്. ഒരു വിപ്ലവകരമായ തീരുമാനത്തിലേക്കും വിപ്ലവകരമായ മാറ്റവുമാണ് എലീസയിൽ സംഭവിക്കുന്നത്. എലീസ ഏലിയാവിന്റെ പിന്നാലെ ഓടി എന്ന് മാത്രമല്ല, ഇന്നലെ വരെ തന്റെ ഉപജീവന മാർഗമായിരുന്ന കാളകളെയും തന്റെ മരക്കോപ്പിനെ ഉപേക്ഷിച്ച് ആ മരക്കോപ്പ് കൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് തന്റെ ജനത്തിന് നൽകിയിട്ട് അന്ന് വരെ താൻ ആശ്രയിച്ചിരുന്ന ആശ്രയങ്ങളെയും ഉപജീവന മാർഗങ്ങളെയും നാളേക്ക് വേണ്ടി എന്നവൻ കരുതിയിരുന്ന കരുതലുകളെല്ലാം ഉപേക്ഷിച്ച് ഏലിയാവ് എന്ന ഗുരുവിന്റെ പിന്നാലെ അവൻ ഓടുകയാണ്. ആ ദൈവീക ദൗത്യത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇരട്ടി പങ്ക് ആത്മാവോടെ വരുന്നാളുകളിൽ ഏലിയാവിന് പകരം ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറുന്ന എലീസയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഒരു വലിയ ദൈവീക ദൗത്യമാണ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. ഒരു വലിയ ദൈവീക വിളിയാണ്, നിയോഗമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മിലേക്ക് തിരിയാതെ, നമ്മുടെ പരിമിതികളിലേക്ക് തിരിയാതെ, നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കാതെ നമ്മൾ വിളിച്ച ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ, ആ ദൈവത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ, ആ ദൈവത്തിങ്കിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അയച്ച ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, അവന്റെ വിളിയോട് പ്രതികരിക്കുക, ശിഷ്യരാക്കുക. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടുന്നത്, ശിഷ്യരാക്കുവാൻ നാം ഗുരുവിനെ അറിയണം, നമ്മുടെ മേലുള്ള ദൈവീക ദൗത്യം തിരിച്ചറിയണം. രണ്ടാമതായി, ശിഷ്യരാക്കുക എന്ന ചിന്ത നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ബോധ്യം എന്താണ്? ശിഷ്യരാക്കുക, വഴികാട്ടികളായി മാറുക എന്നതാണ്. ശിഷ്യരാക്കുക എന്നാൽ അതിനർത്ഥം വഴികാട്ടികളായിട്ട് മാറുക എന്നതാണ്. ഒന്നാമത്തെ ഭാഗത്ത് നാം ചിന്തിച്ചത് വഴിയെ വ്യക്തമായിട്ട് തിരിച്ചറിയുക എന്നതാണ്, ഗുരുവിനെ വ്യക്തമായിട്ട് തിരിച്ചറിയുക. രണ്ടാമത്തെ ഭാഗം നാം ചിന്തിക്കുമ്പോൾ ഈ രണ്ടാമത്തെ ചിന്ത നമ്മളിലേക്ക് പകരപ്പെടുന്നത്, നാം തിരിച്ചറിഞ്ഞ വഴിയെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുകയാണ് നമ്മുടെ ദൗത്യം. നാം വഴികാട്ടികളാണ്, വഴികാട്ടികളായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് നാം തിരിച്ചറിയുക. നമ്മൾ ആരും വഴിയല്ല, വഴികാട്ടികളാണ്. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചുകൊണ്ട് വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷണമാക്കി പ്രാകൃതനായി ജീവിച്ചിരുന്ന യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവ വിളി ഉണ്ടാകുമ്പോൾ യോഹന്നാൻ മരുഭൂമി ഉപേക്ഷിച്ച് യോർദാന്റെ തീരത്തേക്ക് കടന്നു വരികയാണ്. യോർദാന്റെ തീരത്തുള്ള ഗ്രാമങ്ങളിൽ കടന്നുപോയി ദൈവത്തെക്കുറിച്ച്, മസിഹായെ കുറിച്ച്, വരുവാനുള്ളവനെ കുറിച്ച്, പാപത്തെ കുറിച്ച്, മടങ്ങിവരവിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം നൽകി, മാനസാന്തര സ്നാനം നൽകി അനേകം പേരെ തന്നിലേക്ക്, തന്റെ ചിന്തകളിലേക്ക് ആകർഷിക്കുകയാണ്. ഒരു വലിയ കൂട്ടം ജനം സ്നാപക യോഹന്നാനോടൊപ്പം ഉണ്ട്. അനേകം പേർ സ്നാപക യോഹന്നാന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അവനെ അനുഗമിക്കുകയാണ്. ഇങ്ങനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ യോഹന്നാൻ സ്നാപകനിൽ നിന്നും കേൾക്കുന്നത് തന്നെ കുറിച്ചല്ല. യോഹന്നാൻ പറഞ്ഞതും പഠിപ്പിച്ചതും തന്നെ കുറിച്ചോ, തന്റെ ആശയങ്ങളോ, തന്റെ ഇഷ്ടങ്ങളോ, തന്റെ ലക്ഷ്യങ്ങളോ അല്ല. യോഹന്നാൻ മറ്റൊരുവനിലേക്ക് എപ്പോഴും വിരൽ ചൂണ്ടിക്കൊണ്ടേയിരുന്നു. യോഹന്നാൻ പറയുകയാണ്, ഞാൻ വഴിയല്ല, ഞാൻ വഴി ഒരുക്കുവാൻ വന്നവനാണ്. എന്റെ പിന്നാലെ മറ്റൊരുവൻ വരുന്നുണ്ട്, എന്നിലും ശക്തനായവൻ, എന്നിലും ബലവാനായവൻ. അവന്റെ ചെരുപ്പിന്റെ വാർ കുനിഞ്ഞ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അത്രത്തോളം അയോഗ്യനായ ഞാൻ ആ ശക്തനായവന്റെ മുൻഗാമിയായിട്ട് വന്നിരിക്കുകയാണ്. യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് മാനസാന്തര സ്നാനം നൽകുകയാണ്. എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ, അവൻ പരിശുദ്ധാത്മാവിനാലും തീയാലും നിങ്ങളെ സ്നാനപ്പെടുത്തുന്നവനാണ്. അവൻ ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ കുഞ്ഞാടാണ്. തന്റെ അരികിലേക്ക് സ്നാനമേൽക്കുവാൻ വേണ്ടി കടന്നു വരുന്ന കർത്താവിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഇതാണ് ഞാൻ പറഞ്ഞവൻ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരുവാനായിരുന്ന വഴി, ഇതാണ് ശരിയായ വഴി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാനാൽ സ്നാനമേറ്റ്
വീണ്ടും ഒരു ആവർത്തി കർത്താവിനെ യോഹന്നാൻ കാണുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാന്റെ ശിഷ്യന്മാർ യോഹന്നാനിൽ നിന്നും അനേകം വചനങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വചനങ്ങളെല്ലാം ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരുന്നു. യോഹന്നാൻ ഒരിക്കലും തന്നിലേക്ക് തന്റെ ശിഷ്യന്മാർക്ക് വഴികാട്ടുകയല്ല ചെയ്തത്, ശരിയായ വഴിയിലേക്ക് അവരെ നയിച്ചുകൊണ്ടേയിരുന്നു, ശരിയായ വഴി അവർക്ക് കാട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ആ വഴി തന്റെ മുമ്പിൽ വ്യക്തമാകുമ്പോൾ രണ്ടു ശിഷ്യന്മാർ യോഹന്നാനും അന്ത്രയോസും ഈ കർത്താവിനെ അനുഗമിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ ഒരിക്കലും നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കേണ്ടവരാണ് എന്ന് ഒരിടത്തും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല. പകരം യോഹന്നാൻ ശരിയായ വഴിയിലേക്ക്, ശരിയായ ഗുരുവിലേക്ക് അവരെ നയിക്കുകയും ആ ഗുരുവിന്റെ ശിഷ്യന്മാരായി അവരെ പറഞ്ഞയക്കുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ മേലുള്ള ദൈവീക വിളി വ്യക്തമായിട്ട് തിരിച്ചറിയണമേ. നാം ആരും വഴികളല്ല, നാം എല്ലാവരും വഴികാട്ടികളാണ്. ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുക എന്നതാണ് ദൈവം നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. ശിഷ്യരാക്കുക എന്നാൽ ശരിയായ വഴികാട്ടികളായി മാറുക എന്നാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ശുശ്രൂഷയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ശിഷ്യന്മാരെ ഒരുക്കുന്ന ശുശ്രൂഷയുടെ മധ്യേ നാം നമ്മെ തന്നെ പ്രൊജക്ട് ചെയ്താൽ, നമ്മുടെ കഴിവും നമ്മുടെ കൃപകളുമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നാം തെളിയിക്കുവാൻ ശ്രമിച്ചാൽ, ഒരുപക്ഷെ നമ്മെ അവർ കാണുമായിരിക്കാം, നമ്മുടെ കഴിവുകളെ കാണുമായിരിക്കാം, നാം മിടുക്കന്മാരെന്ന് പറയുമായിരിക്കാം. പക്ഷെ നമ്മിലൂടെ കാണേണ്ടുന്ന ക്രിസ്തുവിനെ കാണാതെ പോയെന്ന് വരും. നമ്മിലേക്കോ നമ്മുടെ കഴിവുകളിലേക്കോ നമ്മുടെ മേൽ കർത്താവ് നൽകിയ കൃപകളിലേക്കോ അല്ല ജനതയെ നയിക്കേണ്ടുന്നത്. നമ്മിലൂടെ ക്രിസ്തുവിനെ കാട്ടുവാൻ, ഞാൻ എന്ന വ്യക്തിയെയും എന്റെ കഴിവുകളെയും മറച്ചു വെച്ച് ക്രിസ്തുവിനെ പ്രൊജക്ട് ചെയ്യുവാൻ, കർത്താവിനെ കാട്ടിക്കൊടുക്കുവാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറുവാൻ കഴിയുക. ലോകത്തെ മുഴുവനും സകല ജാതികളെയും ശിഷ്യരാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുക. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അനേകം ആൾ ദൈവങ്ങൾ ക്രൈസ്തവ ഗോളങ്ങളിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്രിസ്തുവിനെ കൂടാതെ അനേകം ഗുരുക്കന്മാർ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പലപ്പോഴും നാം ശ്രമിക്കുന്നത് കർത്താവിങ്കലേക്ക് അവരെ നയിക്കുക എന്നതിന് പകരം, ശരിയായ വഴി അവർക്ക് തെളിയിച്ചു നൽകുക എന്നതിന് പകരം, എന്റെ സഭയിലേക്ക്, എന്റെ സംഘടനയിലേക്ക്, എന്റെ കൂട്ടായ്മയിലേക്ക് അവരെ ചേർക്കുക എന്ന ലക്ഷ്യങ്ങളിലേക്ക് മാറിപ്പോകുമ്പോൾ ഇന്ന് ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികളുടെ എണ്ണം, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ എണ്ണം, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. നമ്മിലേക്കാണോ നാം ശിഷ്യന്മാരെ ചേർക്കുന്നത്? ക്രിസ്തുവാകുന്ന വഴിയിലേക്കാണോ? വഴികാട്ടികളായിട്ട് നാം മാറുന്നുണ്ടോ? അതോ ഗുരുക്കന്മാരായി നാം നിലനിൽക്കുവാൻ ശ്രമിക്കുന്നവരാണോ? പ്രിയ ദൈവജനമേ, ഞാൻ എന്ന വ്യക്തിയെ കൂടാതെ മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ ആരാധിപ്പാൻ, ക്രിസ്തുവിന്റെ പാതയിൽ യാത്ര ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം തിരിച്ചറിയുക, അവർ ക്രിസ്തുവിനെ അല്ല അനുഗമിക്കുന്നത്, നമ്മയാണ് അനുഭവിക്കുന്നത്. ഞാനെന്ന വ്യക്തി അവസാനിച്ചാലും, ഞാനെന്ന വ്യക്തി പിന്മാറിപ്പോയാലും, എന്റെ ശുശ്രൂഷകൾ നിന്നു പോയാലും, ശരിയായ പാതയിലൂടെ ക്രിസ്തുവിലേക്ക് ജനതയെ നയിക്കുവാൻ നാം പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ ശിഷ്യരാക്കുക എന്ന ദൈവീക ദൗത്യം നമ്മുടെ ജീവിതത്തിലൂടെ ഇതുവരെയും നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നതാണ്. നമ്മിലേക്ക് ജനതയെ ആകർഷിക്കുകയല്ല, ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ വഴികാട്ടികളായിട്ട് മാറുവാൻ നമുക്ക് കഴിയണം. ശിഷ്യരാക്കുക എന്ന ആഹ്വാനം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒന്നാമത്തെ ചിന്ത, ശിഷ്യരാക്കുവാൻ ഗുരുവിനെ അറിയണം, ഗുരുവിന്റെ ലക്ഷ്യങ്ങളെ, ഉദ്ദേശങ്ങളെ, വിളിയെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. 2, നാം വഴികാട്ടികളാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മിലേക്ക് ശിഷ്യന്മാരെ ആകർഷിക്കുകയല്ല, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാക്കി അവരെ രൂപാന്തരപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യം. ഗുരുവായ ക്രിസ്തുവിങ്കിലേക്കുള്ള വഴികാട്ടികളായി മാറുക എന്നതാണ് ദൈവം നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന ദൗത്യം. 3-ാമതായി റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഉപസംഹാരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ ചേർത്തിരിക്കുന്നത് ഒരു കൃതജ്ഞതയാണ്, നന്ദിയാണ്. അനേകം പേർക്ക് അവിടെ കൃതജ്ഞത അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. തന്റെ ശുശ്രൂഷയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ, തനിക്ക് മുമ്പേ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറിയവർ, വ്യത്യസ്ത നിലകളിൽ ക്രൈസ്തവ ദൗത്യം നിറവേറ്റിയ അനേകം പേരുടെ പേര് പറഞ്ഞ്, ഒരുപക്ഷെ അതുവരെയുള്ള ക്രൈസ്തവ ചരിത്രത്തിൽ പലയിടങ്ങളിലും മറന്നുപോയ പേരുകൾ അവിടെ വ്യക്തമാക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവർക്കെല്ലാം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ
പൗലോസ് അപ്പോസ്തലൻ അവരെല്ലാം വിളിക്കുന്നത് സഹപ്രവർത്തകർ എന്നാണ്, സഹബദ്ധന്മാർ എന്നാണ്, സഹയാത്രികർ എന്നതാണ്. വേദപുസ്തകം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ചിന്ത ശിഷ്യരാക്കുക എന്നാൽ സഹയാത്രികരാക്കുക എന്നതാണ്. സഹയാത്രികരാക്കുക എന്നതാണ്. പ്രിയ ദൈവജനമേ, കൂടെ നടക്കുവാനായിട്ടുള്ള ക്ഷണമാണ് നാം മറ്റുള്ളവർക്ക് നൽകുന്നത്. ഞാൻ ആരംഭിച്ച ഒരു യാത്രയിൽ, ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുന്ന ക്രിസ്തു ശിഷ്യൻ എന്ന എന്റെ യാത്രയിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ, എന്നോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞാൻ മറ്റുള്ളവരെ ക്ഷണിക്കുന്നതാണ് ശിഷ്യരാക്കുക, മേക്ക് ഡിസൈപ്പിൾ എന്ന ദൈവീക ദൗത്യം. ശക്തമായ 3 മിഷണറി യാത്രകളിലൂടെ സഭയുടെ നെടുന്തൂണായി മാറിയ പൗലോസ് അപ്പോസ്തലൻ അല്ലാതിരിക്കെ അപ്പോസ്തലൻ എന്ന സ്ഥാനപ്പേര് നൽകി രണ്ടാം ക്രിസ്തു എന്ന പോലും സഭ അഭിസംബോധന ചെയ്ത പൗലോസ് അനേകം ജനലക്ഷങ്ങളെ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് നയിച്ച അപ്പോസ്തലൻ, മിഷണറി വര്യൻ. ആ വ്യക്തി പറയുകയാണ്, ഇതാ വ്യത്യസ്ത നിലകളിൽ ശുശ്രൂഷ അർപ്പിക്കുന്ന ഇവരെല്ലാം എന്റെ സഹപ്രവർത്തകരാണ്, സഹയാത്രികരാണ്. പൗലോസ് അപ്പോസ്തലൻ ഒരിടത്തും താൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന ഒരു പ്രിവിലേജ് എടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. പൗലോസ് അവരെല്ലാം അഭിസംബോധന ചെയ്യുന്നത് സഹപ്രവർത്തകർ എന്നാണ്. ഒരുപക്ഷെ പൗലോസിന് പറയാമായിരുന്നു, ഞാൻ നേരിട്ട് ദൈവത്തിന്റെ വിളി ലഭിച്ചവനാണ്, നിങ്ങൾക്ക് മുമ്പേ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറിയവനാണ്, നിങ്ങളെക്കാൾ അധികം ആത്മാക്കളെ നേടിയവനാണ്, അനേകം സഭകളെ സ്ഥാപിച്ചവനാണ്, അതുകൊണ്ട് നിങ്ങളെക്കാളും ഞാൻ ശ്രേഷ്ഠനാണ്. ഇല്ല, പൗലോസ് അപ്പോസ്തലൻ ഒന്നും പറയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ എല്ലാവർക്കും വ്യക്തമായ സ്ഥാനവും അംഗീകാരവും നൽകിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പ്രഖ്യാപിക്കുകയാണ്, ക്രിസ്തുവിൽ നാം സഹയാത്രികരാണ്, സഹപ്രവർത്തകരാണ്. ഇവിടെ സീനിയർ ജൂനിയർ എന്ന ഏറ്റക്കുറച്ചിലുകൾ ഇല്ല. മുന്നേ വന്നവൻ, ശേഷം വന്നവൻ, പുതിയ വിശ്വാസി, പഴയ വിശ്വാസി, പാരമ്പര്യ വിശ്വാസി, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. കർത്താവിന്റെ മുമ്പിൽ നാം എല്ലാവരും തുല്യരാണ്. ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിത്യതയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. അനേകം പേരെ കർത്താവിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഈ യാത്രയുടെ ഭാഗമായിട്ട് മാറുന്നവരാണ് നാം. ദൈവജനമേ, നാം സഹപ്രവർത്തകരെ ചേർക്കുകയാണ്. അതാണ് ദൈവം നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന ദൗത്യം. ശിഷ്യരാകുക എന്നാൽ സഹപ്രവർത്തകരായി മാറുക എന്നതാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് വളരുവാനുള്ള ഇടം നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി ശോഭിപ്പാൻ, കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, അതിനുള്ള ഇടമൊരുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ഇടങ്ങളെ നിലനിർത്തുവാൻ ശ്രമിക്കുന്നിടത്ത് മറ്റുള്ളവർക്ക് ക്രിസ്തുവിന് വേണ്ടി ശോഭിപ്പാൻ കഴിയാതെ പോകുന്നുണ്ട്. അതിന് തടസ്സമായിട്ട് പലയിടങ്ങളിലും നാം മാറിപ്പോകുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അവസാന വാക്യത്തിൽ അവിടെ അന്ത്രയോസ് തന്റെ സഹോദരനായ ശീമോൻ പത്രോസിനെ കർത്താവിന്റെ അരികിലേക്ക് ആനയിക്കുന്നുണ്ട്. അന്ത്രയോസ് ശീമോനോട് പറഞ്ഞ പ്രകാരമാണ്, ഞാൻ മശിഹായെ എന്ന് വച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ മശിഹായെ എന്ന് വച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഈ ഒരൊറ്റ വാക്ക്, ഈ ഒരൊറ്റ വിളി ശീമോനെ പത്രോസായി രൂപാന്തരപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ അന്ത്രയോസിനേക്കാൾ അധികം ദൈവത്തിന് വേണ്ടി ശോഭിച്ചൊരു വ്യക്തിയായിട്ട് പത്രോസ് മാറുമ്പോൾ അതിന് കാരണക്കാരനായിട്ട് തീരുന്നത് അന്ത്രയോസാണ്. ഇവിടെ പത്രോസാണോ ശ്രേഷ്ഠൻ, അന്ത്രയോസാണോ ശ്രേഷ്ഠൻ എന്നല്ല. അന്ത്രയോസ് ഒരിടത്തും ഞാനാണ് മുൻപേ വന്നവൻ, ഞാനാണ് മുൻപേ കർത്താവിനെ അറിഞ്ഞവൻ, നിന്നെക്കാളും ഞാനാണ് സീനിയർ എന്നൊന്നും അന്ത്രയോസ് പറഞ്ഞില്ല. തന്റെ മേലുള്ള ദൈവീക ദൗത്യം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ സഹോദരനായ പത്രോസ് അധികമായി ജനമധ്യത്തിൽ ദൈവീക ശുശ്രൂഷമായിട്ട് നിൽക്കുമ്പോൾ പിന്നിലേക്ക് നിന്ന് കർത്താവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ നിറപടിയായിട്ട് നിർവഹിക്കുന്ന അന്ത്രയോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഹപ്രവർത്തകരാണ് നാം, സഹയാത്രികരാണ് നാം. ശിഷ്യരാക്കുക, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ വിളിയാണിത്, ഒരു വലിയ നിയോഗമാണിത്. ഈ ഞായറാഴ്ച നാം ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിളിയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശിഷ്യരാക്കുക. ഈ ദൗത്യം ഇതുവരെയും വിശ്വസ്തയോടെ നിർവഹിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ഈ വിളിയുടെ മധ്യേ നാം പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വിളിച്ചവനെ വ്യക്തമായി അറിയാത്തതാകാം. വഴി വ്യക്തമായിട്ട് അറിഞ്ഞാലേ വഴികാട്ടികളായിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയൂ. ഈ ക്രിസ്തുവിനെ വ്യക്തമായിട്ട് അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ, ക്രിസ്തു നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന ദൈവീക ദൗത്യത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വഴികാട്ടികളായിട്ട് മാറണം. മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുന്നവരല്ല, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നവരായി.
ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറുവാനായിട്ട് കഴിയണം. ശിഷ്യരാക്കുക എന്നാൽ സഹപ്രവർത്തകരെ നേടുക എന്നതാണ്, സഹയാത്രികരെ നേടുക എന്നതാണ്. ഒറ്റയ്ക്ക് ക്രിസ്തുവിനോടൊപ്പം നിത്യതയിലേക്ക് പ്രവേശിക്കുക എന്നല്ല, മറ്റുള്ളവരോട് ചേർന്ന് ഈ സ്വർഗീയ സിയോൻ യാത്രയുടെ ഭാഗമായിട്ട് മാറുക എന്നതാണ്. കർത്താവിന്റെ വലിയ വിളിയും നിയോഗവും തിരിച്ചറിഞ്ഞുകൊണ്ട് ശിഷ്യരാക്കുവാൻ നാം തയ്യാറാണോ? ഏലിയാവിനെ പോലെ, യോഹന്നാൻ സ്നാപകനെ പോലെ, പൗലോസിനെ പോലെ നമ്മുടെ മേലുള്ള ദൈവിക വിളി എന്താണ് എന്നും ദൈവത്തിന്റെ ഹിതം എന്താണ് എന്നും വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വലിയ കൂട്ടം ജനതയെ, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ട് ദൈവീക ദൗത്യത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.